കെട്ടിപ്പിടിച്ചിട്ട് വെച്ച്, എന്തേ ഫാത്തിമ നീ കരയണേ, എന്തേ ഫാത്തിമ? വാപ്പ ആരാന്ന് കേട്ടോ, ഒരു വാപ്പ എങ്ങനെയാകണമെന്നിട്ടോ കെട്ടിച്ചു വിട്ട മകൾക്ക് പറയാൻ 100 പരാതി ഉണ്ടാകും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പ പട്ടിണിയാ വാപ്പ, 3 ദിവസമായി മോള് വല്ലതും കഴിച്ചിട്ട്. ഫാത്തിമ ബീബി പറയാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ, എല്ലാം വാരി കെട്ടിക്കോ മോളെ പോകാം എന്നല്ല പറഞ്ഞ്. നമ്മളാണെങ്കിൽ എന്ത് പറയാം, അസ്സലാമു അലൈക്കും വാരി കെട്ടിക്കോ പൊക്കോളാം. ഫാത്തിമ എന്ന പൊന്നുമോള് പറഞ്ഞു, 3 ദിവസമായിട്ട് മോള് പട്ടിണിയാ ഉപ്പ. പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബൗ, വാപ്പ 4 ദിവസം കൊണ്ട് പട്ടിണിയാ മോളെ, നിന്റെ ഉപ്പ വല്ലതും നിന്നിട്ട് 4 ദിവസമായി. ഫാത്തിമ ഇങ്ങനെ അള്ളാഹുവിന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, അള്ളാഹ് എൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു പോയില്ല, ആരാ അപ്പ സമാധാനിപ്പിക്കണ്ടേ? മോൾ ഉപ്പാനെ സമാധാനിപ്പിക്ക. ഉപ്പ 4 ദിവസമായി വല്ലതും തിന്നിട്ട് വല്ലാത്ത പട്ടിണി, വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു സഹോദരങ്ങളെ. ഒരിക്കൽ അലിയാർ തങ്ങൾ വീട്ടിൽ കയറി വന്നിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ നമുക്കൊരു വീട് വേണ്ടേ ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? അലിയാർ തങ്ങൾ പറയുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ പാവപ്പെട്ടവനല്ലേ, ഒരു വാടകയ്ക്ക് പോലും എടുക്കാൻ ഒന്നും ഇല്ലല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാഞ്ഞതാ, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാഞ്ഞതാ. എന്റെ ആഗ്രഹം എന്നറിയോ? സാധാരണ കല്യാണം കഴിച്ച് 3ന്റെ അന്ന് 1 മാസം കഴിയുമ്പോൾ തന്നെ ഭർത്താവിനെ പുകച്ച് പുറത്തി അടിക്കും വേറെ വീട് കെട്ടാൻ പെണ്ണുങ്ങൾ, അല്ലേ? നിങ്ങളുടെ ഉമ്മായിക്കും നിങ്ങളുടെ കൂടപ്പറപ്പിനും എല്ലാത്തിനൊന്നും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ അടിച്ച് തകർക്കും. എന്നാ ഫാത്തിമ എന്ന് പറയുന്ന അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നമ്മളിവിടെ പട്ടിണി കിടക്കുന്നത് നിങ്ങളുടെ ഉമ്മായും പെങ്ങന്മാരും കണ്ട അവർക്ക് വല്ലാത്ത സങ്കടം വരൂലേ? ഞാൻ അള്ളാന്റെ റസൂലിന്റെ മോളല്ലേ, ഞാൻ മുത്തുനബിയുടെ മോളല്ലേ? നമ്മളിവിടെ പട്ടിണി കിടക്കുന്നത് അവര് കാണുമ്പോ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയാ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറയാം. അള്ളാഹുവിന് നീ നിന്റെ വാപ്പാടെ മുന്നിൽ പോണം. വാപ്പാടെ മുന്നിൽ പോയിട്ട് നീ ഒരു കാര്യം പറയണം. ഉപ്പായിക്കൊരു കൂട്ടുകാരനുണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരന് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്കാം, മദീനത്തൊരു വീട് വെറുതെ കിടക്കാം, ചുമ്മാ പൂട്ടിയിട്ടിരിക്ക. ഉപ്പാടെ വലിയ കൂട്ടുകാരനാ, ഉപ്പ ചോദിച്ചാ കൊടുക്കും. നീ പോയിട്ട് പറ, അതിലെ ഒരു വീട് ചോദിച്ച് എനിക്ക് വാങ്ങിത്തരാൻ നീ നിന്റെ ഉപ്പാനോടൊന്ന് പറയണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീബി കടന്നു ചെന്നു. ഉപ്പായിക്ക് തന്റെ പൊന്നമകളെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. തന്റെ പൊന്നാര മകളെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് ചെന്നു ഫാത്തിമയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തേ പൊന്നുമോളെ വന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, ബാപ്പാ എന്റെ കാര്യം നിങ്ങൾക്കറിയുമല്ലോ, എനിക്ക് 2 മക്കളായല്ലോ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ കയ്യിലൊന്നുമില്ല, ഒരു വാടകയ്ക്കെങ്കിലും ഒരു വീട് എടുത്തു തരാൻ എന്റെ ഭർത്താവിന്റെ കയ്യിലൊന്നുമില്ല, 2 മക്കളായില്ലേ വാപ്പാ. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പയോടൊരു കാര്യം പറയാമെന്നതാണ്. ഉപ്പാടെ ഏറ്റവും ഉപ്പയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സ്വഹാബിയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിക്ക് 2 വീടുണ്ട് വാപ്പാ. ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതിട്ടിരിക്കുകയാ, ഒരു വീട് വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാ. വാപ്പയാ സഹാബിയോട് ചോദിച്ചാ ഒരു വീട് തരില്ലേ വാപ്പാ? എനിക്ക് വേണ്ടി ഉപ്പയൊന്ന് ചോദിച്ചുകൂടെ? ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇതിങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങള് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. മുത്തുനബി പറഞ്ഞു, ഫാത്തിമ നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ആ സ്വഹാബിക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ആ സ്വഹാബി